ദൈവത്തിന് സ്തുതി. വചനദീപ്തിയിലേക്ക് സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇന്ന്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയവയുടെ ഉപയോഗം കൊണ്ട് ഇവയെല്ലാം നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളെ ഫോട്ടോസുകളായും വീഡിയോസുകളായും പോസ്റ്റ് ചെയ്യുകയും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരാണ് നാം. അതിലൊക്കെ എത്ര ലൈക്ക്, എത്ര കമന്റുകൾ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കൂട്ടുകാരിടുന്ന പോസ്റ്റിന് നമ്മളും ചില കമന്റുകൾ ഇടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും നമ്മൾ ചില കമന്റുകൾ പറയാറുണ്ട്. അവൻ കൊള്ളാം കേട്ടോ, അവൾ മിടുക്കിയ, അവൻ ഭയങ്കര പിശുക്കന്. അങ്ങനെ നമ്മളെക്കുറിച്ചും ചില കമന്റുകൾ പറയാറുണ്ട്. നമ്മൾ പറയുന്നതും നമ്മളെക്കുറിച്ച് പറയുന്നതും അവിടെ നിൽക്കട്ടെ. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് എന്ത് കമന്റ് ആയിരിക്കും പറയുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി ആളുകളുടെ ജീവിതം കണ്ടിട്ട് ദൈവം ചില കമന്റുകൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അബ്രഹാം വിശ്വസ്തനായിരുന്നു, അതവന് നീതിയായി കണക്കിട്ടു. മോശയെ പോലെ സൗമ്യനായ മനുഷ്യൻ വേറെയില്ല. ഇയ്യോബ് നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ട് അകലുന്നവനുമാണ്. ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇയ്യോബ് നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ട് അകലുന്നവനുമാണ്. നഥാനിയേൽ ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല. എന്തിന് യൂദായെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കൂട്ടുകാരെ, നമ്മളെക്കുറിച്ച് ദൈവം എന്തായിരിക്കും എഴുതുക? നമ്മുടെ ജീവിതം കണ്ടിട്ട് അവന്റെ ജീവപുസ്തകത്തിൽ എന്ത് കമന്റ് ആയിരിക്കും അവൻ എഴുതുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നല്ലതെഴുതിയാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി നമുക്ക് നിത്യവും പ്രാർത്ഥിക്കാം, വചനം അനുസരിച്ച് ജീവിക്കാം, നന്മ ചെയ്യുന്നതിൽ ഉത്സാഹികളായിരിക്കാം. അങ്ങനെ നമ്മളെക്കുറിച്ച് നല്ല കമന്റുകൾ തമ്പുരാൻ എഴുതാൻ നമുക്ക് ഇന്നു മുതൽ പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, നിത്യവും അങ്ങയുടെ ഹിതപ്രകാരം ജീവിപ്പാൻ കൃപ നൽകണമേ. ആമീൻ. താങ്ക് യു.